നോബിയോട് വർത്താനം പറയുമ്പോ എന്നെ പിടിക്കാൻ ഇവള് പിടിച്ചോണ്ടിരിക്കുവാ നോബി. പശുവും പാലും കൊണ്ട് ഇതുവരെ പുട്ട് ചുട്ടിട്ടില്ല. വ്യത്യസ്തമായ പുട്ട. റെഡി. ഈ പാത്രം ഒന്നും കഴുകണ്ട, നീ തിന്നത് നീ കഴുകി വെച്ചോ. സാധാരണ പുട്ടിന്റെ പോലെ അല്ല, ഒരു പ്രത്യേക മണം തന്നെ. പിന്നല്ല, ആരാ കളിയാക്കണേ, ആരെയാ കളിയാക്കണേ വന്നത്. ഐ ആം നോട്ട് എ പെർഫെക്ഷനിസ്റ്റ്, ബട്ട് യു ആർ ദ വൈഫ് ഓഫ് എ പെർഫെക്ഷനിസ്റ്റ്. ഇപ്പൊ പുട്ടി ഇടാൻ പോവാ. അരിപ്പുട്ടാണ് ഇത്. തേങ്ങാപ്പിരിയല്ല ഇതാട്ടോ ഈ കിടക്കണ. ഇത് അതിലേക്ക് ഉപ്പ. ഇത് ഞാൻ ഒരു കുഞ്ഞിതേ ഉണ്ടാക്കണുള്ളൂ, അതുകൊണ്ടാണ് കുറച്ച് തേങ്ങ എടുത്തേക്കണത്. അരിപ്പുട്ട് ഞങ്ങൾക്കുള്ള പുട്ട് ഓൾറെഡി ആയി. കഴിച്ചു, ഞാൻ കഴിച്ചില്ല, ഇവള് കഴിച്ചു. ഞാനും ഒന്ന് ലേറ്റാ കഴിക്കാൻ, പല പല ആക്ടിവിറ്റികളായി. എനിക്ക് പഠിച്ചോണ്ടിരിക്കുവാണോ? എനിക്ക് പഠിച്ചോണ്ടിരിക്കുവാണോ? അതെ. വെള്ളത്തിന് പകരം തേങ്ങാപ്പാലല്ല, തേങ്ങാപ്പാല് ചേർത്തിട്ടുള്ള പുട്ട് ഇങ്ങനെ തേങ്ങ തിരുമിച്ച് വെട്ടിക്കാട്ടുമുക്കിൽ എൻ്റെ അമ്മായി ഉണ്ടാക്കുമായിരുന്നു പണ്ട്. അതുപോലെ അമ്മായി തേങ്ങാപ്പാല് ഒഴിച്ച് മുട്ട പൊരിക്കുകയും ചെയ്യുമായിരുന്നു. പഴയ ആൾക്കാരുടെ ഒരു രീതികളാ, വെരി ടേസ്റ്റി. ഈ പശുവും പാലും കൊണ്ട് ഇതുവരെ പുട്ട് ചുട്ടിട്ടില്ല. അപ്പൊ അങ്ങനെ ഒരു അറിവ് കിട്ടി. അപ്പൊ അത് വെച്ച് നമ്മളൊന്ന് ചുടാൻ പോവാ. അപ്പൊ വെള്ളത്തിന് പകരം പാലാണ് ഒഴിച്ചിട്ട് വരും. നനയ്ക്കണ്ടേ പൊടി? ആദ്യം അമ്മ തന്നെ ഇതൊക്കെ നനച്ചിട്ട് പൊടി ഇടണം. ഞാൻ ചെറുപ്പം പോലെ തിരുമറിയിൽ അമ്മ അങ്ങനെ പഠിപ്പിച്ചേക്കണ. തേങ്ങാപ്പീരയും പുട്ടിന് ആവശ്യം നനയ്ക്കുമ്പോ തേങ്ങാപ്പീരയും ഉപ്പും വെള്ളവും കൂടെ ഒഴിച്ച് തിരുമുക. അതിനുശേഷം നമ്മള് പൊടി കുറച്ചിട്ടേച്ച് കൈകൊണ്ട് തിരുമ്മിയെടുക്കുക. അതിന് അളവൊന്നുമില്ല കേട്ടോ ഞങ്ങൾക്ക്. പഴയ ആൾക്കാർക്ക് അങ്ങനെ അളവില്ലല്ലോ. ഇപ്പോഴത്തെ കാലത്ത് ഒരു ഗ്ലാസ് പൊടിക്ക് ഒരു ഗ്ലാസ് വെള്ളം എന്നൊക്കെ പരസ്യം വരാറില്ലേ? ഞാൻ അങ്ങനെ ചെയ്ത് നോക്കിയിട്ടില്ല. കാരണം പുട്ട് ദൈനംദിനമുള്ള ഒരു പരിപാടിയില്ല. അപ്പൊ അതിന് അധികം അളവ് അങ്ങനെ നോക്കാറില്ല. പഴമയുള്ള പലഹാരം ചെറുപ്പം പോലെ കാണുന്ന പലഹാരം. അപ്പൊ പിന്നെ ഇങ്ങനെ ചുരുണ കണ്ടുകൊണ്ട് അങ്ങനെ ഇങ്ങനെയല്ല വെള്ളം പാലിന്. അപ്പൊ ഇനി ഒരു കാര്യം ചെയ്യാം. ഇവിടെ അമ്മച്ചി പുട്ടിയൂറിന് ഞാൻ പറഞ്ഞിട്ടുണ്ട്, തേങ്ങാവെള്ളം. അത് സൂപ്പർ അമ്മച്ചിയുടെ പുട്ട്. വൈകുന്നേരം വരെ ഇരുന്നാലും സോ സോഫ്റ്റ് അല്ലേ? ഓർക്കണില്ലേ? അപ്പൊ ഇനി നമുക്ക് പൊടി ഇടാട്ടോ. ഞാനൊരു സ്പൂൺ എടുത്തോട്ടെ. ആകുമ്പോഴേ പൊടി കുറച്ച് നനച്ച് വെക്കണം. ഇതില് ഗോതമ്പൂട്ട് അങ്ങനെ നനച്ച് വെക്കാൻ പറ്റൂല, പശിയായി പോവും. അട പോലെ ആയി പോവും. നോക്കട്ടെ കേട്ടോ. ഇനി ഒരു പൊടിക്കോടെ പൊടി വേണം. കുഴഞ്ഞിരിക്കണുണ്ടോ? പക്ഷെ ഒരു കാര്യമുണ്ട്, ചിലത് ഇരിക്കുമ്പോ ചിലപ്പോ ഡ്രൈ ആകും. എങ്കിലും ഒരു സ്വല്പം ഇരുന്നോട്ടെ കേട്ടോ. ഈ പരുവത്തിന് നമുക്ക് ഓഫ് ചെയ്യാം. ഈ പരുവത്തിന് നമുക്ക് മൂടിപ്പൊത്തി ഒന്ന് വെക്കാം. ഒരു 10 മിനിറ്റ് ഇരുന്നതിന് ശേഷം പുട്ടിയിടുക. ഞാനൊന്ന് നോക്കിക്കോട്ടെ ഉപ്പ് പാകാണോ എന്നുള്ളത്. ഉപ്പ് പാകാണോന്ന് കേട്ടോ. രുചിയുണ്ടോ? അങ്ങനെ ചോദിച്ചാൽ പുട്ടി ഇട്ട് കഴിയുമ്പോ പറയാം. ഇപ്പം ഉപ്പൊക്കെ പാകാം. ഇനി പാലും വേണ്ട, ഒന്നും വേണ്ട. ഇനി നമുക്ക് ചുടാൻ നേരത്ത് നനവ് കുറവാന്ന് തോന്നിയാൽ സ്വല്പം പാലങ്ങ് തളിച്ചേക്കാം. മൂടി വെക്കട്ടെ. ഇനി ആയിക്കോട്ടെ, പാത്രം കൊണ്ട് മൂടി വെക്കാം. ഇതും മാറ്റാം. വ്യത്യസ്തമായ പുട്ട നനഞ്ഞ് റെഡി ആയിട്ട് ഇരിപ്പുണ്ട്. ഈ ഒരു പരുവത്തിന് വേണം എടുക്കാൻ. അത് ന്യൂജന് വേണ്ടിയാട്ടോ. ഇനി അറിയാവുന്ന വ്യക്തികളൊക്കെ ഞാൻ പറഞ്ഞില്ലേ, ഒന്ന് സ്കിപ്പ് ചെയ്യുക അല്ലെങ്കിൽ കണ്ണടയ്ക്കുക. ഞങ്ങൾക്കൊക്കെ ഇതറിയാം. ഞങ്ങളുടെ വീട്ടിലൊക്കെ ഇങ്ങനെയാന്ന് എല്ലാവർക്കും പുട്ടി ഇടാൻ അറിയാൻ വരാത്ത ആരും ഇല്ല. പക്ഷെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറയണോണ്ട് മാത്രം ഞാനിത് കാണിക്കണതാട്ടോ. എല്ലാവർക്കും വേണ്ടിയാണല്ലോ വീഡിയോ ചെയ്യണം. ചിലര് കുഞ്ഞു പോയിന്റ് വരെയും പറഞ്ഞു തരാവോ എന്ന് ചോദിക്കാറുണ്ട്. അതുകൊണ്ട് മാത്രം പറയണതാട്ടോ. തട്ടല്ലേ? തട്ടൊന്നുമില്ല. സൂക്ഷിക്കുന്ന, അല്ലെങ്കിൽ കൈതട്ടി കൈത്തേക്ക് വീണ കഴിഞ്ഞു സർവത്രവും. ഇപ്പൊ ഇനി വേവട്ടെ കേട്ടോ. ഇപ്പൊ ഏത്തപ്പഴം പുഴുങ്ങിയതാ. പ്ലേറ്റ് എടുത്തോണ്ട് വരാം ഞാൻ മറിക്കാന്. അങ്ങനെ നമ്മുടെ പാൽപുട്ട് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. റെഡിയായി എടുക്കാം. ഐ ആം എക്സൈറ്റഡ് ടു ഹാവ് ദിസ് പാൽപുട്ട്. നല്ല മണം തന്നെ ഉണ്ട് കേട്ടോ. സാധാരണ പുട്ടിന്റെ പോലെ അല്ല, ഒരു പ്രത്യേക മണം തന്നെ ഉണ്ട്. അപ്പയ്ക്ക് ഇച്ചിരി കൊടുക്കാം പാൽപുട്ട്. അല്ലേ, ഇതിലും ഉണ്ട്. നീ കഴിക്കുമ്പോ അല്ലെങ്കിൽ കൊടുത്തോ. ഇച്ചിരി ചുടാനുണ്ട്. വൈകുന്നേരം അപ്പയ്ക്ക് വേണമെങ്കിൽ കൊടുക്കാം. നല്ലതാണെങ്കിൽ നമുക്കിനി ഇടയ്ക്കിടയ്ക്ക് ഇനി ഇങ്ങനെ ഉണ്ടാക്കാം കേട്ടോ. തീർച്ചയായിട്ടും. എനിക്ക് ഈ പാലിന്റെ മണമൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ അപ്പയൊക്കെ ചെറുപ്പത്തിൽ അപ്പ പറയില്ല, ഇവിടെ പശുക്കുറവ് പാലും നെയ്യും ഒക്കെ ഉപയോഗിക്കുന്ന ആരും പറയാറില്ല. ഞാൻ വരുമ്പോഴും ഇവിടെ പശു ഉണ്ടായിരുന്നു. അച്ഛനൊക്കെ മേലാതെയായപ്പോ പശുവിന്റെ പരിപാടിയൊക്കെ സ്റ്റോപ്പ് ചെയ്ത് നിർത്തിയതാ. ശരിക്കും ഇപ്പൊ അവരൊക്കെ വേണ്ടതായിരുന്നല്ലേ? നമുക്ക് എന്തോരം വീഡിയോയിൽ എടുക്കായിരുന്നു. എന്നാലും ഇപ്പൊ അവരുണ്ടെങ്കിൽ പ്രായം എന്താ ഓർമ്മ.
100 കഴിയും. അല്ല അവരും വേണം പശുവും വേണം. അപ്പച്ചന് 81, 82 പ്രായത്തിലാ മരിക്കണത്. ഇപ്പൊ മരിച്ചിട്ട് 23 വർഷമായി. അപ്പൊ കൂട്ടി നോക്കിക്കേ. അതെ അതെ അതെ. പക്ഷെ ഇപ്പൊ ഉണ്ടായിരുന്ന ഈ പശുവിന്റെ ഒക്കെ ഒരുപാട് എടുക്കായിരുന്നു. നല്ല രസായനെ. അതൊക്കെ എടുക്കായിരുന്നു. ഇട്ടോ ഇച്ചിരി തണുക്കാൻ പൊടിയാതിരിക്കാൻ. പൊടിയാതിരിക്കാനുള്ള ടെക്നിക്കല്ലേ അത്? അല്ല ഇത് ഈ കണയാണെങ്കിൽ പൊടിയൂല. ഇതിങ്ങനെ മറിക്കുമ്പോ ചിലപ്പോ പൊടിയും. കണ എത്ര ചൂടോടുകൂടി ഇട്ടാലും പൊടിയൂല. ഇത് ഏത് ഫോമിലാന്നൊന്നും അറിയില്ല. മറക്കേതായാലും കേട്ടോ. ഇച്ചിരി നേരം ഇരുന്നോണ്ടായിരിക്കും അത് കറക്റ്റായി കിട്ടിയത്. ചിലപ്പോ പൊടിയാതൊക്കെ വീഴും. നനവിന്റെ എന്തോ ഒരു ഇതുണ്ട്. പിന്നെ അത് ശരിക്കും നന്നായിട്ട് നനയാ പൊടിയൂല്ല. കൂടുതൽ നനഞ്ഞു പോയാ കട്ടയാവും. ഇപ്പഴേ ഇടട്ടെന്നാ എന്നാ പെട്ടെന്ന് തെറിച്ചു മാറിയേ. അടപ്പ് തെറിച്ചപ്പ ഞാനും തെറിച്ചു പോകുന്നു. അടപ്പ് തെറിച്ചപ്പോ എടുക്കാൻ പറ്റിയില്ല. ഞാൻ പുട്ടിന്റെ വീഡിയോ എടുത്തോണ്ടിരിക്കുവായിരുന്നു. എന്ത് ചെയ്യാനാ? അതിനെ വേറെ പാത്രം വേണ്ട. ഇനി അങ്ങനെയല്ല, ഞാൻ നിനക്ക് അരിയിലേക്ക് തന്നെ ഇടുന്നത്. എനിക്ക് എന്റെ ചില രീതിയുണ്ട്. ഞാൻ കഴുകിക്കോളാം. ഈ പാത്രം ഒന്നും കഴുകണ്ട. നീ തിന്നത് നീ കഴുകി വെച്ചോ. അങ്ങനെയാണല്ലോ പതിവാ. എന്നെ കാണിക്കണേ. ഇപ്പൊ കണ്ടോ? ഇത് കളയണതാണ്. ചൂടായതുകൊണ്ടേ രണ്ട് പറ്റില്ല. ദേ കണ്ടോ? കണ്ടു. ഇനി കൊതിയൂറും രുചിയോടെ പാൽപുട്ടും പഴവും. ഏത്തപ്പഴം പൊഴിഞ്ഞു. പഴം കൂടുതലും പുട്ട് കുറവായി പോയി. അപ്പക്ക് കഴിക്കണോ പാൽപുട്ട? അല്ല, ടേസ്റ്റ് ചെയ്യാൻ നോക്കിക്കോണെങ്കിൽ. ദേ ഞാൻ കഴിക്കണ എന്താണ് പാൽപുട്ട്. ആദ്യം നമുക്ക് ഇങ്ങനെ തന്നെ ഒന്ന് കഴിച്ചു നോക്കാം കേട്ടോ. എന്നാലാണ് ശരിക്കുള്ള രുചി അറിയാൻ പറ്റുള്ളൂ. അപ്പം ആദ്യമായിട്ടാണ് ലൈഫിൽ ഞാൻ പാൽപുട്ട് കഴിക്കുന്നത്. ഇന്നേ വരെ ഞാൻ കഴിക്കാത്ത ഒരു വിഭവമാണിത്. പുട്ട് സ്ഥിരം കഴിക്കുന്നതാണ്. അപ്പം ആദ്യം ഇതിൻ്റെ ഫ്രഷ് ടേസ്റ്റ് എങ്ങനെയാണെന്ന് അറിയട്ടെ, എന്നിട്ട് മറ്റേ പഴം വെച്ച് കഴിക്കാം കേട്ടോ. നല്ല രുചിയുണ്ട്. അപ്പം ഇത്തിരി കഴിച്ചു നോക്കിയാ. നല്ല ടേസ്റ്റാ പാൽപുട്ട്. നല്ല രുചിയുണ്ട്. നല്ല രുചിയല്ലേ? നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. അപ്പൊ പാൽപുട്ട് ഇതുവരെ ട്രൈ ചെയ്യാത്തവർ മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കേണ്ട സാധനമാണ്. നല്ല ടേസ്റ്റാ. പിന്നെ നിങ്ങൾ ഇങ്ങനെ മാത്രമേ കഴിക്കുള്ളൂ. നല്ല രുചിയുണ്ട്. അമ്മ ഇത് കഴിച്ചു നോക്കിയേ. ഇതിന് കറിയൊന്നും വേണ്ട. ഇതിന് ശരിക്കും പഴം പുഴുങ്ങിയതുണ്ടെങ്കിൽ നല്ല കോമ്പിനേഷനാണ്. പക്ഷെ ഒന്നും വേണ്ട, ഇല്ലെങ്കിലും നമുക്ക് കഴിക്കാം. സാധാരണ പുട്ട് കഴിക്കുമ്പോൾ നമുക്കൊരു ചെറിയ ഡ്രൈനെസ് പോലെ ഫീൽ ചെയ്യില്ലേ? ഇതിന് അങ്ങനെയില്ല. നല്ല നനഞ്ഞിട്ടായിരിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് കഴിക്കാൻ നല്ല സുഖം. ഇറങ്ങിപ്പോകാനും വലിയ പ്രശ്നമൊന്നുമില്ല. ഇങ്ങനെ നല്ല രസമായിട്ട് നമുക്ക് കഴിക്കാം. നല്ല രുചിയുണ്ട്. പഴം ഉണ്ടല്ലോ പിന്നെ. അതെ അതെ അതെ. പഴം എടുക്കുക. പഴം കൂടെ ചേർക്കാൻ സൂപ്പർ കോമ്പിനേഷൻ ആവും കേട്ടോ അത്. നല്ല ടേസ്റ്റ് ഉണ്ട് പാൽപുട്ട്. ഇനി എനിക്ക് പാൽപുട്ട് കഴിച്ചാൽ മതി. പഴമായിട്ടുള്ള കോമ്പിനേഷൻ അടിപൊളിയാ. പഴം വേണ്ട നിങ്ങളുടെ, അല്ലാതെ തന്നെ കഴിക്കാം നമുക്ക്. അപ്പൊ ഒരു മസ്റ്റ് ട്രൈ ഡിഷും കൂടിയാണ്. സൂപ്പർ. അപ്പൊ എവിടെയാ പോണേ? എറണാകുളത്ത് എനിക്ക് മലയാള മനോരമയിലൊന്ന് പോകണം. അവിടെ സമ്പാദ്യം മാഗസിന്റെ സബ്സ്ക്രിപ്ഷൻ തീർന്നു. അപ്പൊ അടുത്ത വർഷത്തേക്ക് അത് പുതുക്കണം. അത് പുതുക്കുന്ന കൂട്ടത്തിന് ഒരു ഡയറി കിട്ടും. അവരുടെ ഡയറി വളരെ നല്ല ഡയറിയാണ്.
സമ്പാദ്യത്തിന്റെ വന്നു കഴിയുമ്പോ കാണാം അതിന്റെ പ്രത്യേകതകൾ. ബ്യൂട്ടിഫുൾ ഡയറിയാണ്. പ്രത്യേകിച്ച് ഈ സ്റ്റോക്ക് നമ്മുടെ കണക്കുകൾ അക്കൗണ്ട്സ് ഒക്കെ എഴുതാൻ ഐഡിയലാണ്. വീണ്ടും അടുത്ത പാത്രം അമ്മ ഉണക്കാൻ വെക്കാൻ ഇറങ്ങി. പുട്ട് കുറ്റിയാ മോനെ. ഓക്കെ. ഇതിന്റെ കളറുള്ള ഇവിടെ വെച്ചു. ഞാനത് പറഞ്ഞില്ലേ, പുറത്തും നിന്നത് പറിച്ച് ഞാൻ ചട്ടിയിൽ വെക്കുവാണെങ്കിൽ കാണിക്കാറുണ്ട്. ഇത് വെയിലടിക്കാതെ നിക്കണതും വെയിലടിച്ച് നിക്കണതും അതിന്റെ കളർ ചേഞ്ച് കണ്ടോ? അതെ അതെ അതെ. ഇന്നലെ ഒരു മഴ ഞങ്ങൾക്കൊക്കെ കിട്ടി. നിങ്ങൾക്കൊക്കെ മഴ പെയ്തോ? രാത്രി അതുകൊണ്ട് നല്ല തണുപ്പായിരുന്നു. ഇന്ന് മഴയുടെ ഒരു ചൂടുണ്ട്. പക്ഷെ ഇന്ന് നല്ല ചൂടാ. പെയ്യോന്നറിയില്ല കേട്ടോ. ചൂടുണ്ട്. ഇവിടെ ഒരു അത് നഖം കൊണ്ടാ. അവൻ നിനക്ക് നഖം ഉണ്ടോ? അങ്ങനെ ഇച്ചിരി വളർന്നു കഴിഞ്ഞാല് ഇറിറ്റേഷനാ. നഖം ഫുൾ ഞാൻ വെട്ടി, അതുകൊണ്ട് കണ്ടോ ഫുൾ വെട്ടി. നഖം വളർത്തണ വലിയ ഇഷ്ടം. എനിക്ക് ഒട്ടും ഇഷ്ടമല്ല അത് അപ്പയ്ക്ക് ഇഷ്ടമല്ല. നഖം വളർത്തിയാൽ എനിക്ക് ആകെ ഇറിറ്റേഷനാ. പിന്നെ എവിടെയെങ്കിലും ഒക്കെ കൊണ്ട് മുറിയും. ഞാൻ കയറി പോവാ കേട്ടോ. കഴിഞ്ഞോ അടക്കലാശം. കയറി പോവാൻ റാപ്പപ്പ് പിന്നല്ല, അതിനാണ് ഈ കളിയാക്കുന്നത്. ആരാ ഈ കളിയാക്കണേ? അതെ, ആരാ കളിയാക്കണേ? ആരെയാ കളിയാക്കണേ? എവിടെയാ വന്നത്? ഇതിന്നല്ലേ വന്നത്? അപ്പൊ കേക്കണ്ട. ഇന്ന് വളരെ എനർജറ്റിക് ആണല്ലോ. രാവിലെ അങ്ങനെയല്ലേ? 4 മണി 5 മണി ആയ മാവ് പൂട്ടൂട്ടോ. ഞാൻ പറഞ്ഞില്ലേ അപ്പൊ വെള്ളം എറിയുന്നുണ്ട്. ഡെയിലി വൈകുന്നേരം വെള്ളം എറിയും. വെള്ളം എറിഞ്ഞാ പൂ കരിയാതെ പിടിക്കൂന്നും പറഞ്ഞു. അത് കണ്ടോ, വെയിലേറുള്ള ഇങ്ങോട്ടുള്ള ഭാഗത്താ അത് പൂത്തേക്കണത്. അങ്ങോട്ട് പോണ കൊമ്പയിൽ ഒരു പൂക്കല് പോലും എല്ലാ കൊല്ലവും ഇങ്ങോട്ടാ പൂക്കണത്. ഞാൻ പോവാട്ടോ അകത്തേക്ക്. ഓക്കെ. ഇത്തിക്കണ്ണി ഉണ്ട് ഇപ്പുറത്ത് കണ്ടോ? ഉണ്ടോ? അത് മറ്റേ പൊളച്ചെറുമാവില. ഇത് ഫുൾ ഇത്തിക്കണ്ണിയാ. മോണ്ടനേലില്ല, അത് ഫുള്ള് ഇത്തിക്കണ്ണിയാ. ഇത് നിലത്ത് വീണാണ് എനിക്ക് ചൊറിയണത്. അതെ 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 അതെ, ശരിയത്. അതിന്റെ ഒരു പൊടി വെച്ചാ മതി. നോബിയോട് വർത്താനം പറയുമ്പോ എന്നെ പിടിക്കാൻ ഇവള് പിടിച്ചോണ്ടിരിക്കുവാ. നോബി പറയട്ടെ. ഇത് അമ്മയുടെ ചില പതിവ് നർമ്മ സല്ലാപങ്ങളാണ് കേട്ടോ. നോബി ചാച്ചനെയാണ് വിളിച്ചുകൊണ്ടിരിക്കുന്നത്. അതായത് അമ്മയുടെ കൊച്ചപ്പൻ്റെ മോനെയാണ് വിളിച്ചുകൊണ്ടിരിക്കുന്നത്, അച്ഛൻ്റെ അനിയൻ്റെ മോനെ കേട്ടോ. എന്നാണ് നമ്മുടെ വീഡിയോയിൽ വന്നിട്ടുണ്ടായിരുന്നു, ഒരു പഴംപൊരി അട പോലെ ഉണ്ടാക്കിയ ഒരു വീഡിയോയിൽ നോബി ചാച്ച പറഞ്ഞ അഭിപ്രായമൊക്കെ പറയുന്നുണ്ടായിരുന്നു. അതിനകത്ത് ഓൾമോസ്റ്റ് എല്ലാവരും കണ്ടിട്ടുണ്ടാവും കേട്ടോ. പത്രത്തിൽ എന്തൊക്കെയാ വാർത്തകളുള്ളത്? പത്രത്തിൽ കുറേ മരണ വാർത്തകളൊക്കെ ഉണ്ട്. പിന്നെ മുഖ്യമന്ത്രിയുടെ വരവിനെ പറ്റിയൊക്കെ ഉണ്ട്. ഇന്നെ അമ്മ ഇത്രയും അകലെ പിടിച്ചു പേപ്പർ വായിക്കണം? അല്ല, ഞാൻ അങ്ങനെ മറ്റേ കസേരയിൽ ഇരിക്കാറ്, അവിടെ ഫോൺ വെച്ചേക്കണുണ്ടോ. പിന്നെ കാനത്തിന്റെ മരണം, കാനം രാജേന്ദ്രനെ. അപ്പൊ ഞാൻ അതൊക്കെ നോക്കുക. അപ്പൊ വരുന്നത് ഒരു കവറൊക്കെ ആയിട്ടാണല്ലോ. എന്നാ നോക്കട്ടെ കവറില. ഏഹേ, എവിടെന്നാ അറിയൂല. ആൻസ്, അത് ആൻസ് അല്ലേ? ഇത് തന്നെ വേറൊരു സാധനം, ഡയറി ആയിരിക്കും. കേറിപ്പോട്ടെ, അപ്പ കേറിപ്പോട്ടെ. സമ്പാദ്യം ഡയറി മനോരമേന്ന. അപ്പൊ പറഞ്ഞേച്ചല്ലേ പോയേ. അതിനെപ്പറ്റി അപ്പ വിശദീകരണങ്ങൾ പറയും. ഊണ് കഴിഞ്ഞിട്ടാ. അതെ. തിരക്കുണ്ടോ റോട്ടില്? ഭയങ്കര തിരക്കാ. വെയിലുണ്ടായിരുന്നോ? അധികം വെയിലില്ലാന്ന് തോന്നുന്നല്ലേ? നടക്കൽ അത്ര സുഖമല്ല ഈ സമയത്ത്, ഈ 1 മണി സമയത്ത്. കേക്ക് അടിപൊളിയാണല്ലോ. പാക്കിങ്ങും എന്നാ കൊച്ചമ്മ. എത്ര വർഷമായി നമ്മൾ ആൻസിൽ തുടങ്ങിയിട്ടല്ലേ? അതെ അതെ അതെ. കറി പൗഡറുകള്, അലുവ, പ്രൊമോഷൻ അല്ല കേട്ടോ. അല്ല, പേപ്പർ സോൾട്ട്, വെണ്ണ ബിസ്ക്കറ്റ്, റസ്ക്, ഇതൊക്കെയാണ് സ്ഥിരം. സ്വീറ്റ് ആൻഡ് സോൾട്ട് ബിസ്ക്കറ്റ് ഗ്രീൻ ടീയുടെ കൂടെ. നോട്ട് എ പ്രൊമോഷൻ വീഡിയോ.
അപ്പൊ ഇനി ചോറ് വിളമ്പാം. ആ ഡയറിയെ പറ്റി അപ്പ വിശദീകരിക്കുന്നതായിരിക്കും. പറയാൻ പ്രാപ്തിയല്ല. ഏതാണ്ടൊക്കെ കളയണു കേട്ടോ. ഇല്ല, ഞാൻ കളയൂല. അപ്പക്ക് ഇഷ്ടപ്പെടില്ല അങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാ. അപ്പയുടെ സംഗതികൾ അപ്പ എടുക്കുന്നു, എന്റെ സംഗതികൾ ഞാൻ ആ അപ്പ അടുക്കുന്നത് പോലെ അടുക്കാൻ അമ്മയ്ക്ക് സാധിക്കില്ല. ഒരിക്കലും ഇല്ല. പെർഫെക്ഷനിസ്റ്റ് അല്ല. ഐ ആം നോട്ട് എ പെർഫെക്ഷനിസ്റ്റ്. ബട്ട് യു ആർ ദ വൈഫ് ഓഫ് എ പെർഫെക്ഷനിസ്റ്റ്. അത് കലക്കിയില്ലേ? ഇത് നമുക്കൊരാൾക്ക് ഗിഫ്റ്റ് കൊടുക്കാൻ മേടിച്ച കേട്ടോ. അങ്ങനെ ഈവനിങ്ങിൽ ഒരു പതിവ് ബ്രൂ കോഫിയുമായിട്ടിരുന്ന് ഞാൻ എൻ്റെ വർക്കിൽ ഇവിടെ വ്യാപൃതയാണ് കേട്ടോ. കോഫി a day keeps the one apple a day keeps our health. അപ്പയുടെ ഫേവറേറ്റ് ഡയറിയാണിത്. എന്താണ് ഡയറിയുടെ പ്രത്യേകതകൾ? ഇത് മറ്റേ സമ്പാദ്യത്തിന്റെ ഡയറിയാണ്. മലയാള മനോരമയുടെ സമ്പാദ്യം എന്ന് പറയുന്ന മാഗസിൻ്റെ ഒരു വർഷത്തെ സബ്സ്ക്രിപ്ഷൻ ഒരുമിച്ചെടുത്താൽ 165 തോന്നുന്നു, അത് 160 രൂപ വിലയുള്ള ഒരു ഡയറി അവർ ഫ്രീ ആയിട്ട് തരും. അപ്പോൾ ആ ഡയറിയാണ് ഇത്. കഴിഞ്ഞ വർഷത്തെ ഡയറിയാണ് ഇത്. ഇന്ന് റിന്യൂ ചെയ്തപ്പോൾ, ഞാൻ ഒരു വർഷത്തേക്ക് കൂടി റിന്യൂ ചെയ്തപ്പോൾ കിട്ടിയ 2024 ഡയറിയാണ് ഇത്. വാസ്തവത്തിലൊരു വളരെ നല്ല ഡയറിയാണ്. പ്രത്യേകിച്ച് സാമ്പത്തിക വിഷയങ്ങൾ എഴുതാനും അത് റെക്കോർഡ് ചെയ്യാനും പറ്റിയ ഒരു ഐഡിയൽ ഡയറിയാണ്. കാരണം മറ്റേ സ്റ്റോക്ക് മാർക്കറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ, മ്യൂച്വൽ ഫണ്ട് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ, വീട്ടിലെ ചെലവുകൾ, അതുപോലെയുള്ള എല്ലാ കാര്യങ്ങളും ഓരോ പേജിലും ദിവസ ചെലവുകൾ, പാല്, പഴം, പച്ചക്കറി, മുട്ട, ഇറച്ചി, മീൻ, പുറം ഭക്ഷണം, വാഹനം, ഇന്ധനം, സമ്മാനം, മറ്റത് മറിച്ചത് എല്ലാം ഉണ്ട് ഇതിനകത്ത്. ആരും അങ്ങനെ എഴുതണമെന്നുള്ളതല്ല, പക്ഷെ എഴുതുന്നവർക്ക് അത് വളരെ യൂസ്ഫുൾ ആണ്. ഞാനത് എല്ലാ വർഷവും റിന്യൂ ചെയ്യാറുണ്ട് വർഷങ്ങളായിട്ട്. അപ്പോൾ അതിന് കിട്ടിയ കോംപ്ലിമെന്റ് ആണ്. ഇന്ന് പോയി റിന്യൂ ചെയ്തു. അതിന് കിട്ടിയ കോംപ്ലിമെന്റ് ആണെന്ന് ഞാൻ പറഞ്ഞു. നല്ല ഡയറിയാണ്. എനിക്കത് വളരെ ഇഷ്ടപ്പെട്ട ഒരു ഡയറിയാണ്. എൻ്റെ സാമ്പത്തിക ആവശ്യങ്ങൾ റെക്കോർഡ് ചെയ്യാൻ ഒരു ഐഡിയൽ ഡയറിയാണ്. അതുപോലെ തന്നെ ഈ സമ്പാദ്യം മാഗസിനും വളരെ യൂസ്ഫുൾ ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഒരു പ്യൂർലി ഒരു പേഴ്സണൽ ഫിനാൻസ് മാഗസിനാണ്. അത് വളരെ നല്ലൊരു മാഗസിനാണ്. നമുക്ക് അറിയാത്ത പല കാര്യങ്ങളെ പറ്റിയും നമുക്കൊരു ഇൻസൈറ്റ് കിട്ടുന്ന ഒരു മാഗസിനാണ്. അപ്പോൾ അതുകൊണ്ട് ഞാനതും ഫോളോ ചെയ്യാറുണ്ട്. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. പുതിയ ഡയറി എന്നാ പൊട്ടിക്കണേ? പുതിയ ഡയറി എന്ന് വേണേലും പൊട്ടിക്കാം. ജാനുവരി ആയിട്ടായിരിക്കും അല്ലേ? ജാനുവരി 1 ഇപ്പോഴേ പൊട്ടിച്ച് വെറുതെ മുഷിച്ച് കളയണ്ടല്ലോ. എല്ലാ ദിവസവും എഴുതി വെക്കാറുണ്ടോ വരവ് ചെലവുകൾ? ബില്ലുകൾ എടുത്ത് വെക്കാറുണ്ടോ? അക്കൗണ്ട്സ് ആണ്. ബില്ലുകളുടെ നമ്പർ കുറിച്ച് വെക്കും. സൂക്ഷിച്ച് വെക്കേണ്ട ബില്ലുകൾ സൂക്ഷിച്ച് വെക്കും. ഇപ്പോഴത്തെ ഇത് സബ്സ്ക്രിപ്ഷൻ സമ്പാദ്യത്തിന്റെ ഇതാണ്. ഇത് ഇപ്പൊ ഇതിനകത്ത് സൂക്ഷിച്ച് വെക്കുന്നുണ്ടോ? എന്തെങ്കിലും ആവശ്യം വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എടുക്കാം.